Hi friends, Reshadesinte മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു ഷേക്ക് ആണ്. നമ്മൾ ബദാം മിൽക്ക് ഷേക്ക് ഒക്കെ കുടിച്ചിട്ടില്ലേ, എന്നാൽ അതേ ടേസ്റ്റിൽ എന്നാൽ നമുക്ക് ചക്കക്കുരു എന്ന് പറയുന്നത് എന്താണ് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു അടിപൊളി ഷേക്ക് ഉണ്ടാക്കാം. കീപ് വാച്ചിങ്, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഷേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചക്കക്കുരു ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കക്കുരു എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 15 ചക്കക്കുരുവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്കൊരു ഏകദേശം ഒരു 3 ഗ്ലാസോളം ഷേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിൽ ചക്കക്കുരു മുങ്ങാൻ കണക്കിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ചക്കക്കുരു നന്നായിട്ട് വേവിച്ചെടുത്തു. വേവിച്ചപ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് ഇളക്കി കളയാൻ പറ്റി. പക്ഷേ ആ ബ്രൗൺ കളറിലുള്ള ലെയർ ഇളക്കി കളയേണ്ട, അത് നല്ലതാണ്, നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചക്കക്കുരുവും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് പാലാണ്. നമുക്ക് 2 കപ്പ്, അതായത് 1/2 ലിറ്റർ പാല് വേണം. ഇപ്പോൾ കുറച്ച് പാലേ ഒഴിക്കുന്നുള്ളൂ. ഫസ്റ്റ് പാല് കുറച്ചൊഴിച്ച് നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ബാക്കി പാൽ ഒഴിക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ ഇതിലോട്ട് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുവാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. കണ്ടോ, നമ്മളിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തു. ഇനി നമുക്കിതിലോട്ട് ബാക്കി പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മൊത്തം നമ്മൾ 1/2 ലിറ്റർ 2 കപ്പ് പാലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഫുൾ പാലും കൂടെ ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ മിൽക്ക് ഷേക്കിന് ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഒരു 3-4 ഡ്രോപ്പ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമുക്ക് നമ്മുടെ ഏലക്കായ ഉണ്ടല്ലോ, ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഷേക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടി ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്യുവാണ്. 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുവാണ്. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിലും പ്രശ്നമില്ല, ആഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ആഡ് ചെയ്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഞാൻ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് നല്ല തണുത്ത പാലാണ്. ഇനി കുറച്ചും കൂടി ഇതൊന്ന് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്യുവാണ്. അത്യാവശ്യം കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിനെ ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യുന്ന മുമ്പ് അത് കുറച്ചൊന്ന് അട്രാക്റ്റീവ് ആക്കാനും കുറച്ചൊന്നും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. താഴെയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്ലാസിൻ്റെ സൈഡിൽ ഇതുപോലെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിതിപ്പോൾ കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ചക്കക്കുരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസും നമുക്ക് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ നമ്മളിപ്പോൾ എസൻസും വാനില എസൻസും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ആഡ് ചെയ്തത് ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി നേരത്തെ എടുത്ത ചോക്ലേറ്റ് സിറപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ കാഷ്യൂനട്ടോ ബദാമോ എന്തെങ്കിലും പൊടിച്ചതിടാം, എന്ത് വേണോ. ഇപ്പം ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ തന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.